ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നമ്മൾ ഓണമായി. പക്ഷേ ഇനിയിപ്പോൾ ഇത് ഓണത്തിന് മുന്നേ എന്തായാലും കയ്യിൽ കിട്ടില്ല. നമുക്ക് ഓണമായിട്ട് ഒരു 2-3 ദിവസം പോസ്റ്റ് ഓഫീസും DTDC ഒക്കെ അവധിയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡെസ്പാച്ച് ഉണ്ടാവുക ഫ്രൈഡേ ആണ്. ഫ്രൈഡേ തന്നെ നമുക്ക് ഇതുവരെയുള്ള ഓർഡറൊക്കെ നമ്മൾ ഇന്നത്തോടു കൂടെ ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇടുന്ന വീഡിയോസിലത്തെ ഫ്രൈഡേ മുതലാണ് നമ്മളിവിടുന്ന് സെൻഡ് ചെയ്ത് തുടങ്ങുക കേട്ടോ. ഫ്രൈഡേ തന്നെ മാക്സിമം എല്ലാം സെൻഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഞാനിത് നമുക്ക് എന്തൊരു 2-2.5 മാസം മുന്നേ നമ്മൾ ഓണം കളക്ഷൻ ഇടാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ റീസ്റ്റോക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റീസ്റ്റോക്ക് വന്നിട്ടുള്ള കുറച്ച് പീസും അതിൽ നിന്ന് എൻക്വയറി വരുന്നതിനനുസരിച്ച് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിലൊക്കെ 1-2 പീസൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടണില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് കുറേ എൻക്വയറി ഈ കേരള സാരി ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇടാം. അപ്പോൾ അവർ പറയുന്നത് ഓണത്തിന് തന്നെ വേണമെന്നില്ല, അവർ അത് കഴിഞ്ഞിട്ടും അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനും പിന്നെ ഇത് വാങ്ങിച്ച് വെക്കാനും ഒക്കെയാണ് ഇഷ്ടമുള്ള കളക്ഷൻസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇടാം. അപ്പോൾ ഓണായിട്ടൊരു ഓഫറും കൂടിയായിട്ടാണ് വരുന്നത്. ഫ്രീ ഷിപ്പിങ്ങും ഉണ്ട്. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു 200 റുപ്പീസ് നിങ്ങൾക്ക് ലെസ്സായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 250 നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വേറെ ലോസോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഹോസ്പിറ്റലായിട്ടുള്ള ടൈമിലൊക്കെ ഒരുപാട് എൻക്വയറി ആയിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പല നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടും വെയിറ്റിംഗ് ആയിരുന്നു. ഇല്ല മാം, വന്നിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോക്കിക്കോളാം, വാങ്ങിച്ചോളാം, എപ്പോഴാണെങ്കിലും മതി, വീഡിയോസ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അത്രയും സപ്പോർട്ട് തന്ന നൈനിക ഫാമിലിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ ഓണായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഇത് ചെയ്യാണ്. അപ്പോൾ ഒരു 250 നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് ഇതിലുള്ള ഒറിജിനൽ നമ്മുടെ പ്രൈസിൽ നിന്ന് 200 ലെസ്സും പിന്നെ ഫ്രീ ഷിപ്പിങ്ങുമാണ്. DTDC ഇന്ത്യ പോസ്റ്റ് കേട്ടോ. DTDC നമുക്ക് കേരളയിലാണ് ആ ഒരു ഫ്രീ ഷിപ്പിംഗ് വരുന്നുള്ളൂ. ഔട്ട്സൈഡ് കേരള നല്ലൊരു എമൗണ്ട് ആവും DTDC. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. വേണമെന്നുള്ളവർ ഇപ്പോൾ നിങ്ങൾക്കിത് കളക്ട് ചെയ്ത് വെക്കുക. ഇനി ഉത്സവങ്ങളും പൂജയും ഒക്കെ വരികയല്ലേ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഇതിലധികം പീസൊന്നുമില്ല. പക്ഷേ നമ്പർ ഓഫ് ഉണ്ട്, ഒരു 25 നമ്പർ വരെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 2 വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി ഡൗട്ടൊന്നും ഇല്ലല്ലോ. എക്സാമ്പിളായിട്ട് ഇതൊരു 1200 രൂപയുടെ ടിഷ്യൂവിൽ വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ്. ഫുൾ കണ്ടോ, ബോഡിയിൽ ഇതേപോലെ പിങ്ക് ലൈനും സൈഡിൽ ഇതേപോലത്തെ ബോർഡറും മുന്താണിയിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ വട്ടം ഒരു വട്ടം മാത്രമല്ല, കുറേ വട്ടം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് റണ്ണിങ് തന്നെയാണെന്ന് തോന്നുന്നു. റണ്ണിങ് ബ്ലൗസ് ആയാലും ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പിങ്ക് ബ്ലൗസിൻ്റെ കൂടെയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ദാ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വേഗം നമ്പർ കൂട്ടി കാണിച്ചിട്ട് പോവാം കേട്ടോ. ഒരുപാട് ഇത് ഓപ്പൺ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കണമെന്നില്ല. നമ്മൾ ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ള പീസസ്സാണ്. റീസ്റ്റോക്ക് വന്നതിലും നമുക്ക് കാണിച്ചതിലും 1-2 പീസൊക്കെ ബാക്കിയുള്ളതാണ്. ഈ ഓണായിട്ട് ഒരു ബിഗ് ഓഫർ സെയിലായിട്ട് നമ്മൾ ഇടുന്നത് 2 വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസിൽ നിന്ന് എല്ലാ സാരീസിൻ്റെയും ഒരു 200 ലെസ്സും ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ. ഇനി ഒരു ഡൗട്ടില്ല എന്ന് വിചാരിക്കണു. അപ്പോൾ ഞാൻ വേഗം പറഞ്ഞിട്ട് പോവാം. ഗറിയുടെ ടൈമിൽ കറക്റ്റ് എമൗണ്ട് പറയാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഓരോന്നിൻ്റെയും ടാഗ് നോക്കിയിട്ട് നമുക്ക് പറയാൻ എളുപ്പമല്ല. പറ്റണത് ഞാൻ പറയാം. ഇതിനിപ്പോൾ 1200 അപ്പോൾ ഇന്നത്തെ റേറ്റ് 1000 ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ലിമിറ്റഡ് പീസായിരിക്കും. ആദ്യം പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടവർക്കാണ് ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ കേട്ടോ. നമ്പർ 1, സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്പർ കൂട്ടി എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അവൈലബിലിറ്റി പറയാനായിട്ട് സാധിക്കാറില്ല. അതുകൊണ്ടാണ്. നമ്പർ 1 ടിഷ്യൂ ആണ്. നമ്പർ 2 ഇതേപോലെ ബോഡിയിൽ ഫുൾ ചെക്കാണ്, ഗോൾഡൻ ചെക്ക്. പല്ലു ഇങ്ങനെ വരും, നല്ല ഭംഗിയാണ്. ബോർഡേഴ്സ് ഇതേപോലെ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ 1150 ആണ്. അപ്പോൾ ഒരു 200 ലെസ് ചെയ്താൽ മതി. വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ്. നമ്പർ 2 ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ടൈമിൽ ഒരുപാട് എൻക്വയറി ഈ ഒരു കളറിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പേരോട് നമ്മൾ പിന്നെ പറയാമെന്ന് പറഞ്ഞു. പിന്നെ അത് നടക്കാണ്ടായപ്പോൾ സോൾഡ് ഔട്ട് പറഞ്ഞു. കാരണം നമുക്കത് നോക്കി പറയാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. ആ ഒരാഴ്ച അങ്ങനെ പോയി. പിന്നെയും നമുക്കൊന്ന് റിക്കവർ ചെയ്ത് വരാനുള്ളൊരു ടൈമിൽ അപ്പം അത് കുറേ പേര് വിചാരിച്ചിട്ടുണ്ടോ ഇത് ചോദിച്ചപ്പോൾ സോൾഡ് ഔട്ട് പറഞ്ഞല്ലോ എന്ന്. അത് ഇതാണ് കാരണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തോളൂ. ഇതും ആ ഒരു റേറ്റാണ് 1150. അപ്പോൾ -200 ആണ് ഇന്നത്തെ പ്രൈസ്.
നമ്പർ 3 എല്ലാം ഇതൊക്കെ കോട്ടനാണ്. ഗോൾഡൻ ചെക്സ് വരുന്നുണ്ട്, ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്കിതിപ്പോൾ പൂജ വരുന്നുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത് വെക്കാനും നല്ലതാണ് കേട്ടോ. നമ്പർ 3. നമ്പർ 4 ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആ സമയത്ത് ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. നമ്പർ 4 നല്ല ഭംഗിയാണ്, അതേ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത് 1000 ബിലോ ആയിരിക്കും ഇതിൻ്റെ റേറ്റ്, ഇന്നത്തെ റേറ്റ് വരിക കേട്ടോ. അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസാണ്, വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്പർ 4 ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നിട്ടുള്ള പീസുകളാണ്. നമ്പർ 5 കേട്ടോ, ചെക്കാണ്, ഇതേപോലെ വരും കേട്ടോ. എല്ലാത്തിൻ്റെയും ബ്ലൗസ് മിക്കവാറും റണ്ണിങ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും കേട്ടോ. അത് നമ്മൾ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം ഓപ്പൺ ആക്കുക എളുപ്പമല്ല, മാത്രമല്ല വീഡിയോ എടുക്കാൻ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തത് ഇടും വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നമ്പർ 5. അടുത്തത് നമ്പർ 6. ഇതിങ്ങനെ ടിഷ്യൂലാണ് കണ്ടോ, ആ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. ഇതൊരു 1165 എന്തായാലും ഇപ്പോൾ 1000 ബിലോ ആണ്, ഫ്രീ ഷിപ്പിങ്ങും ആണ്, നല്ലൊരു ഓഫർ പ്രൈസാണ്. നമ്പർ 6 നല്ല ഭംഗിയാട്ടോ, അത് ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും. പിന്നെ എൻക്വയറി ചെയ്ത് ഒരുപാട് ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, കാരണം ഇതൊന്നും അധികം ഇല്ല. കാരണം എൻക്വയറി വരുന്നതിനനുസരിച്ച് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ 1-2 പീസൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതത് ഓണത്തിന് തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഫെസ്റ്റീവ് സീസണിൻ്റെ ഒരുപാട് കളക്ഷൻ വരുമ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു ഏരിയയും കുറവായിരിക്കും, അതുകൊണ്ടാണ്. നമ്പർ 7 ഇതിനും നേരത്തെ പറഞ്ഞ ആ ഒരു റേറ്റ് തന്നെയാണ്, ടിഷ്യൂലാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ടിഷ്യൂ ആണ്, ഉടുത്താൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നതാണ്. അടുത്തതാണ് നമ്പർ 8. അതേ പാറ്റേൺ ഗ്രീനാണ് ഇതിൻ്റെ ഒരു പല്ലു വരുന്നത്, ഇതേപോലെ കേട്ടോ. നമ്പർ 8 ഇതെല്ലാം നമുക്കൊരു 1200 മുകളിൽ വരുന്ന ഒരു സാരീസാണ്. ഷിപ്പിംഗ് ചാർജൊക്കെ അടക്കം ഒരു 1300 അടുത്ത് വരുന്നതാണ്. ഇപ്പോൾ ഇത് ബിലോ 1000 ആയിട്ട് വരും കേട്ടോ. നമ്പർ 8 കണ്ടോ. നമുക്കിപ്പോഴും ഹ്യൂജ് എൻക്വയറി വരുന്നതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഇതിൻ്റെ വീഡിയോ ഒത്തിരി ടൈം എടുത്തിട്ടാണെങ്കിലും ഇടാം എന്നുള്ളത് കേട്ടോ. ഇപ്പോഴും നമുക്ക് സെറ്റ് സാരിക്കും ഓണം കളക്ഷനൊക്കെ ആയിട്ട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 9 പക്ഷേ ഇത് ഓരോന്നും ഓരോ വീഡിയോ എന്നുള്ളത് കണ്ടുപിടിച്ച് പറയാൻ അവൈലബിലിറ്റി പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ഒരു 2 വീഡിയോയിലായിട്ട് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് പറയാമല്ലോ. ഇതേപോലെ കണ്ടോ, ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, ബോഡി പോർഷൻ ഇതേപോലെ, ഇതൊക്കെ ടിഷ്യൂലാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ടിഷ്യൂവിൽ. നമ്പർ 11 ഇതൊക്കെ ഹ്യൂജ് എൻക്വയറി ഉണ്ടായിരുന്നതാണ്, സോൾഡ് ഔട്ടായിട്ട് റീസ്റ്റോക്കും വന്നിട്ടുള്ളതാണ് കേട്ടോ. ബോർഡേഴ്സ് ഇതേപോലെ വരും, ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും. നമ്പർ 11 ഇതിനൊക്കെ 1065 ആ ഒരു റേഞ്ചായിരുന്നു. അപ്പോൾ നല്ല കുറവായിരിക്കും, അതിൽ നിന്ന് ഒരു 200 രൂപ കുറച്ചാൽ ആ ഒരു റേഞ്ച്. ഫ്രീ ഷിപ്പിംഗ് ആണ്. 12 ഇതേപോലെ കേട്ടോ, നേരത്തെ ഒരു റെഡിഷ് മെറൂൺ, ഇതൊരു റെഡ് ടോൺ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളൂ. നല്ല ഭംഗി കേട്ടോ, ഇതൊക്കെ ടിഷ്യൂലാണേ. അടുത്ത നമ്പർ 13 ഇത് പ്യുവർ കോട്ടണിലാണ് കണ്ടോ. ബോർഡേഴ്സ് ഇതേപോലെ, പല്ലു ഇങ്ങനെ, എല്ലാം വിത്ത് ബ്ലൗസായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ 825 ആയിരുന്നു, അപ്പോൾ ഇപ്പോൾ 625 ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. കേട്ടോ നമ്പർ 13 പ്യുവർ കോട്ടൺ. പിന്നെ ഈ ഒരു പല്ലുവിലുള്ള ഡിഫറൻസ് മാത്രം, പ്യുവർ കോട്ടൺ ആണ്, സിമ്പിളാണ്, പ്ലെയിൻ വിത്ത് ബോർഡറാണ് ഇതേപോലെ കേട്ടോ. ഇത് ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെയും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നമ്പർ 14 അടുത്തത് നമ്പർ 15 ആണ്. ഇതൊക്കെ ഒരൊറ്റ പീസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, കൂടുതലും നമുക്ക് ഓരോ പീസൊക്കെ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നമ്പർ 15 ഇതും കോട്ടണിൽ ബുട്ട ആണ് കേട്ടോ. ബോഡിയിൽ ഇതേപോലെ നല്ല ഭംഗിയാണ്, ഉടുത്ത് വരുമ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഒരു പർപ്പിൾ ആൻഡ് ഗോൾഡൻ ബുട്ട ആണ് ഇതേപോലെ. നമ്പർ 15 അടുത്തത് നമ്പർ 16 ആണ്. ഇത് 1250 ആയിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലത്തെ ഒരു പീസേ ബാക്കിയുള്ളൂ കണ്ടോ. ഇതേപോലെ ടിഷ്യൂലാണ്, അതിൽ ഇതേപോലത്തെ പ്രിൻറ്റ് പാറ്റേൺ. അടുത്തത് നമ്പർ 17 ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ, ബ്യൂട്ടിഫുള്ളാണ്, ലൈറ്റ് ഒരു ഷെയ്ഡാണ്. ഇത് ഉടുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുക കണ്ടോ. ബോഡിയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റ് പാറ്റേൺ ആണ്, ഇതേപോലെയാണ് ബോഡി പോർഷൻ, ഭയങ്കര ഭംഗിയാണ്. നമ്പർ 17
എൻക്വയറിയുടെ ടൈമിൽ കറക്റ്റ് നമ്മൾ എമൗണ്ട് പറയൂ കേട്ടോ. അടുത്തത് നമ്പർ 18 കണ്ടോ, ഇതൊരു റെഡിഷ് ടോണാണ്, ഭയങ്കര സോഫ്റ്റാണ്, സോഫ്റ്റ് കോട്ടൺ, നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. ബോഡി പോർഷനിൽ ഇതേപോലെ വരും കേട്ടോ, കുഞ്ഞു കുഞ്ഞ് പ്രിൻറ്റ് പാറ്റേൺ, ഒരു സ്പെഷ്യൽ പ്രിൻറ്റ് പാറ്റേൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. നമ്പർ 18 ഇങ്ങനൊരു ക്വിക്ക് സെയിൽ നമ്മൾ മുന്നേ എപ്പോഴോ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പോഴാണ് കേട്ടോ. നമ്പർ 19 ഇത് ടിഷ്യൂലാണ്. നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകേണ്ട ടിഷ്യൂ ആണോ കോട്ടൺ ആണോ എന്നുള്ളത് അത് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്തോളൂ. ബോഡിയിൽ ഫുൾ ഇങ്ങനെ ടിഷ്യൂവിൽ ഗോൾഡൻ ലൈൻ, ഭയങ്കര ഒരു ഗ്രാൻഡ് റിച്ച് ലുക്കാണ്. പല്ലു ആണെങ്കിൽ ഇതേപോലെ കേട്ടോ. നമ്പർ 19 170 ആയിരുന്നു, ഇപ്പോൾ ബിലോ 1000 റേഞ്ച് ആയിരിക്കും. അടുത്തത് നമ്പർ 20 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ കോട്ടൺ വിത്ത് ഇതേപോലത്തെ ടാസിൽ. ഇതാണ് പല്ലു. നമ്പർ 20 ആണ്. ഇത് കണ്ടോ, ഇതേപോലെ കര വരും, ആ ഒരു ഗോൾഡനും ബ്ലാക്കും, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. നമ്പർ 20 ഇത് നമ്പർ 21 ആണ്. ഇത് അടുത്ത് ആരും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ സ്റ്റോക്കിൻ്റെ അടിയിൽ അങ്ങനെ ഇരിക്കണോണ്ട് നമുക്ക് ഒരു അവൈലബിലിറ്റി പറയാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. നമ്പർ 21 പ്യുവർ കോട്ടൺ ആണ്, അതിൽ ഇതേപോലത്തെ വീവിങ് ആണ്, ഒരു പ്രീമിയം സാരിയാണ്. കണ്ടോ, ബോഡി ഫുൾ ഇങ്ങനെ, പല്ലു ആണെങ്കിലും ഡബിൾ സെറി ബോർഡറൊക്കെ ആയിട്ട് സൂപ്പർബാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗി, അത് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് നമ്പർ 22 ആണ്. അതിൻ്റെ കളർ ചേഞ്ച്, നേരത്തെ നല്ല ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു, ഇപ്പോൾ ഇതാ നല്ല മെറൂണിഷ് ടോണാണ്. ഇപ്പോൾ ഗ്രീനും മെറൂണൊക്കെ എല്ലാവരുടെ അടുത്തും ബ്ലൗസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ. ഇതൊരു 1810 ആ ഒരു റേഞ്ചിലുള്ള സാരി ആയിരുന്നു. അപ്പോൾ ഇന്ന് 200 ലെസ് ചെയ്തോളൂ, ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്പർ 23 ഇതേപോലെ കേട്ടോ. ഇതിനും ഹ്യൂജ് എൻക്വയറി ആയിരുന്നു, ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ എംബ്രോയിഡറി കാണാൻ വേണ്ടിയിട്ട്. അതും പ്യുവർ കോട്ടൺ, നല്ല ഗോൾഡൻ കസവ് കണ്ടോ, അപ്പോൾ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇട്ടലത്തെ ഓരോ സിംഗിൾ പീസ് ഉള്ളതാണ്. നമ്പർ 23 പല്ലു ഇങ്ങനെ കേട്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാൻ, ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. അടുത്തതാ 24 ഇതാണ് നമ്മുടെ പ്രീമിയം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിഷ്യൂവിൽ ഇങ്ങനെ ആ ഒരു ട്രയാങ്കിൾ ടെമ്പിൾ പാറ്റേണിൽ വരുന്ന, അതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല വീവിങ് പാറ്റേണും, പല്ലു കണ്ടോ വിത്ത് ടാസിലായിട്ട് വരുന്ന സാരിയാണ്. ബ്ലൗസിനും ഇതേപോലെ വരുന്നുണ്ട്. അത്രയും എൻക്വയറിയുള്ള സാരി, ഇത് എനിക്ക് തോന്നുന്നു എത്രയോ സോൾഡ് ഔട്ട് ആയെന്നറിയില്ല, അത്ര ഹ്യൂജ് എൻക്വയറി ആയിരുന്നു. അതിൽ 1-2 പീസും കൂടി ഉണ്ട് കേട്ടോ. എന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, ബാക്കിയുള്ളവർക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണോ, റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഉണ്ടായിരിക്കില്ല, എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.